നമുക്ക് അലീനയുടെയും മനുഷ്യങ്കണ്ടി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നല്ലൊരു കഥ കേട്ടാലോ? അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അലീനയുടെയും മനുഷ്യങ്കണ്ടി വരാൻ പോകുന്ന ദിവസങ്ങളെ കഥകളെ നോവലിനെ അടിസ്ഥാനപ്പെടുത്തി ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് അലീനയെ കുളത്തൂപ്പുഴ വീട്ടിലേക്ക് കാണാനായിട്ട് ബാലേന്ദ്രൻ ചെല്ലുന്നുണ്ട്. അലീനയെ കണ്ടു കഴിഞ്ഞപ്പോ ബാലേന്ദ്രൻ ഭയങ്കര സന്തോഷമായിരുന്നു. അതോടൊപ്പം തന്നെ അലീനയ്ക്ക് ഒരു സർപ്രൈസും ആയിരുന്നു പെട്ടെന്നുള്ള ബാലേന്ദ്രന്റെ വിസിറ്റ്. അങ്ങനെ ബാലേന്ദ്രന്റെ വീട്ടില് ക്ഷണിച്ചിരുത്തി അലീനെ സൽക്കരിക്കുകയാണ്. സ്റ്റാൻലി അവിടെ ആ സമയത്തുണ്ടായിരുന്നില്ല. അങ്ങനെ അലീന വിശേഷങ്ങളൊക്കെ പറയുന്ന സമയത്ത് അലീന ബാലേന്ദ്രനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. വഴക്കുകളും പ്രശ്നങ്ങളും ഒന്നും വേണ്ട, അച്ഛനും അമ്മയും തമ്മിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നൊക്കെ. പക്ഷെ ബാലേന്ദ്രൻ അത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ബാലേന്ദ്രൻ പറഞ്ഞു, എന്റെ കുടുംബവും ദാമ്പത്യ ജീവിതവും നീ കാരണമാണ് നശിച്ചു പോയെന്നോർത്ത് നിനക്ക് ഒരു വിഷമം വേണ്ട. നിനക്കറിയത്തില്ലാത്തോണ്ടാ കല്യാണം കഴിഞ്ഞത് മുതൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് അവള് തയ്യാറായിരുന്നില്ല. അവള് പിടിക്കുന്നോടം ജയിക്കണം, അല്ലെങ്കിൽ അവള് വാശി പിടിക്കും. പിന്നെ സമാധാനമാണല്ലോ നമുക്ക് വലുത്. അതിനു വേണ്ടിയിട്ട് ഞാനെല്ലാം വിട്ടുകൊടുത്തോണ്ടിരുന്നു. വിട്ടുകൊടുത്തില്ലെങ്കിൽ അവള് കലഹിക്കും. പക്ഷെ നീ വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ് മനസ്സമാധാനം എന്തെന്ന് ഞാൻ അറിഞ്ഞ്. കലഹിച്ച് നേടുന്നല്ല മനസ്സമാധാനം. നമ്മൾ ഒരാൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വിട്ടുകൊടുക്കണം. എങ്കിൽ മാത്രമേ ആ സ്നേഹത്തിന് ആഴം ഉണ്ടാവുള്ളൂ. അല്ലാതെ പിടിച്ചു പറിച്ചെടുക്കുന്ന സ്നേഹമല്ല. കലഹിച്ച സ്നേഹം നമുക്ക് പിടിച്ചു പറിക്കാനും പറ്റില്ല. നമ്മൾ ഒരു പക്ഷെ സ്നേഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവൻ പോലും കൊടുക്കാൻ തയ്യാറാവും. അയാൾക്ക് വേണ്ടിയിട്ട് എന്തും ത്യജിക്കാൻ തയ്യാറാവും. അങ്ങനെയാണ് സ്നേഹം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അയാൾക്ക് ചിലപ്പോൾ വിട്ടുകൊടുത്ത് നമ്മളെ തന്നെ നഷ്ടപ്പെടുത്തേണ്ടതായിട്ട് വരും. അല്ലാതെ ഒരാൾ വഴക്കടിച്ചോ അങ്ങനെയൊന്നും നേടിയെടുക്കുന്നതല്ല. വൈജയുടെ സ്വഭാവം നിനക്ക് നന്നായിട്ടറിയാലോ. അവൾ ഇത്രയും കാലം അങ്ങനെയാ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കുടുംബാന്തരീക്ഷം, അതായത് കുട്ടികള്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് പല കാര്യങ്ങളും വിട്ടുവീഴ്ച ചെയ്യേണ്ട വന്നു. ഇനി എനിക്കത് പറ്റില്ല മോളെ. സഹിക്കാവുന്നതിൻ്റെ ക്ഷമിക്കാവുന്നതിൻ്റെ മാക്സിമം ഞാൻ സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ. ഇനി ഇങ്ങനെ മുന്നോട്ട് പോകാൻ എനിക്ക് പറ്റില്ല. നീ കാരണം എൻ്റെ ജീവിതം താറുന്നത് ഒരിക്കലും നീ ചിന്തിക്കുക പോലും ചെയ്യരുത്. ഇത്രയും കാലം ഞാൻ സഹിക്കുമായിരുന്നു, ക്ഷമിക്കുമായിരുന്നു. പക്ഷെ ഇനി എന്നെ കൊണ്ട് അതിന് പറ്റില്ല. അപ്പോഴേക്കും അലീന വാദിച്ചു, അതെ, അച്ഛനും അമ്മയും തമ്മിലുള്ള അകൽച്ചയ്ക്ക് അതൊന്നും അല്ലല്ലോ കാരണം. അത് കാരണമാണ് മോളെ. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു പക്ഷേങ്കിൽ എന്നിൽ വിശ്വാസം അർപ്പിച്ച് എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് അവൾ ഒപ്പം നിൽക്കുകയാണെങ്കിൽ, എന്നെ സ്നേഹിച്ച് പരിപാലിച്ച് മുന്നോട്ട് പോകുന്നവളായിരുന്നെങ്കിൽ അവളുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഒരു പക്ഷേ ഞാൻ സഹിച്ചു ക്ഷമിച്ചു മുന്നോട്ട് പോയനം. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെയല്ലോ അവൾ എന്നോട് ചെയ്തേ. 10-23 വർഷക്കാലം അവൾ വലിയ പതിവ്രതയാണ്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് വലിയ ധാർഷ്ട്യവും കാര്യങ്ങളൊക്കെ എൻ്റെ മുന്നിൽ കാണിച്ചുകൊണ്ടിരുന്നേ. അങ്ങനെയുള്ള ആ ധാർഷ്ട്യവും കാര്യങ്ങളൊക്കെ ഞാൻ സഹിച്ചു ക്ഷമിച്ച് മുന്നോട്ട് പോന്നു. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം കേട്ട് കഴിയുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. എൻ്റെ സ്ഥാനത്ത് വേറെ ഒരാളാണെങ്കിൽ സഹിക്കില്ല. ഒരുപക്ഷെ അവൾ എന്നോട് സ്നേഹം കാണിച്ചിരുന്നെങ്കിൽ, എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ മുമ്പ് ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. അവളുടെ പല തെറ്റുകളും ഈ തെറ്റുകൾ വരെ ഞാൻ പുറത്തേനെന്ന് പറഞ്ഞു. എനിക്കത് അറിയായിരുന്നു. അച്ഛനെ നന്നായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണ്. ഒരുപക്ഷെ അമ്മയുടെ ധാർഷ്ട്യം കൊണ്ട് തന്നെയാണ് അമ്മയുടെ ജീവിതം അമ്മ തന്നെ ഇല്ലാതാക്കി കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. അച്ഛനിത് പറയുമ്പോൾ അച്ഛന്റെ കണ്ണിൽ നിന്ന് അഗ്നിയാണ് തെറിക്കുന്നതെന്ന് എനിക്ക് തോന്നി. കാരണം അത്രയ്ക്ക് സങ്കടവും ദേഷ്യമുണ്ട് അച്ഛന്. അച്ഛന്റെ ചോര തിളയ്ക്കുന്നുണ്ട് ഇപ്പോഴും. അപകടമാണ് പാപം. എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ടെന്ന് അലീനയ്ക്കറിയാം. ഇങ്ങനെ പോയ അപകടമാണ്. പെട്ടെന്ന് തന്നെ അലീന പറഞ്ഞു, അതെ, ഇന്നലെ എന്നെ കാണാൻ വന്നായിരുന്നെങ്കിൽ അച്ഛൻ എന്നെ കാണാൻ പറ്റില്ലായിരുന്നു. അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞേ? അച്ഛാ, അത് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. പിന്നെ എവിടെ പോയതാ? അത് ഞങ്ങളെ പപ്പയുടെ തറവാട്ട് വീട്ടിൽ പോയതാ. എവിടെ? പുനലൂരാ? അതെ, പുനലൂര് നിന്നാ ഇങ്ങോട്ട് തിരിച്ചു വന്നേന്ന് പറഞ്ഞു. ആഹാ, അത് കൊള്ളാലോ. അവരൊക്കെ നിന്നോട് ഇണങ്ങിയോ? ആദ്യമൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാം സോൾവ് ആയിട്ട് വന്നു. പിന്നെ നിന്റെ അടുത്ത് ആരാ ഇണങ്ങാത്തെ? വെട്ടാൻ പറ്റുന്ന പോത്ത് പോലെ നിന്റെ അടുത്ത് അനുസരണയോടെ നിൽക്കില്ലെന്ന് ചോദിച്ചു. അലീന പറഞ്ഞു, അത്രയ്ക്കൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ അതിന് ബാലേന്ദ്രൻ ഒന്ന് ചിരിച്ചു. പിന്നീട് ബാലേന്ദ്രൻ ചോദിച്ചു, അല്ല, നീ രോഹിത്തിനെ വിളിക്കാറില്ലേന്ന് ചോദിച്ചു. വിളിക്കാറുണ്ട്, മിനിഞ്ഞാന്നും വിളിച്ചായിരുന്നല്ലോ. പിന്നെ ബബിതയും കൃഷ്ണമോളും ഒക്കെ വിളിച്ചിട്ട് 2 ദിവസം ആയെന്ന് പറഞ്ഞു. എന്താ അച്ഛാ, എന്താ അങ്ങനെ ചോദിച്ചേന്ന് ചോദിച്ചു. ഒന്നുമില്ല, അവരൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? നന്നായിട്ട് തന്നെ ഇരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. പിന്നെ എക്സാം തുടങ്ങുമല്ലേ, പഠിത്തവും കാര്യങ്ങളൊക്കെ ഉണ്ട്. രോഹിത്തിന് ഏപ്രിലിൽ തുടങ്ങും. കൃഷ്ണമോളും മുറി കയറിയിരുന്ന കഥ അടിച്ചിരുന്ന് വായിക്കുവാൻ തോന്നേ. പണ്ടത്തെ പോലെ ഒന്നും അല്ല. നീ ഉണ്ടായിരുന്ന സമയത്ത് എന്ത് രസമായിരുന്നു. ഇപ്പൊ കുട്ടികൾ തമ്മിൽ പോലും അത്ര അടുപ്പില്ലാന്ന് തോന്നി ഈയിടെയായിട്ട്. കാരണം വൈജയന്തി വന്ന ഉടനെ അവർ തമ്മിലുള്ള അടുപ്പം തന്നെ ഇല്ലാതാക്കുകയല്ലേ ചെയ്തേ. അവർ തമ്മിൽ ഒന്നിച്ചിരുന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ വൈജയന്തിക്ക് അപ്പം തുടങ്ങും പിറുപിറുക്കല്. എത്ര പറഞ്ഞാലും അവളുടെ തലയിലേക്ക് കയറത്തില്ല. പിന്നെ രോഹിത്തിന്റെ കാര്യം അറിയാലോ.
അവനാണെങ്കിൽ മുറിയിലേക്ക് കയറി കഥടച്ചിരിക്കുക. ബബിതയ്ക്ക് ചില സമയത്ത് ദേഷ്യം എന്ന ഭ്രാന്ത. ബബിത വൈജയന്തിനെ എടുത്തിട്ട് പെരുമാറുന്ന കേൾക്കാം. ചിലപ്പോൾ കൈ കിടന്നൊക്കെ വലിച്ചെറിയും. ബബിതയുടെ സ്വഭാവം അറിയാവുന്നതല്ലേന്ന് ചോദിച്ചു. ഈ പറയുന്ന വൈജയന്തിയുടെ എല്ലാ ദേഷ്യവും കാര്യങ്ങളും ബബിതയ്ക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ വൈജയന്തിയുടെ അഭ്യാസങ്ങളൊന്നും ബബിതയുടെ അടുത്ത് നടക്കത്തില്ല. അവള് തിരിച്ചു പറയും. ചില സമയത്ത് നല്ല മോശമായിട്ട സ്വഭാവമായിരിക്കും. എല്ലാവരുടെ നേർക്ക് കയർത്തോണ്ട് വരും. പപ്പ, അതൊക്കെ പപ്പയുടെ കുഴപ്പം കൊണ്ടല്ലേ, എന്റെ കുഴപ്പം കൊണ്ടോ? അതെങ്ങനെ എന്റെ കുഴപ്പം കൊണ്ടാന്നേ പപ്പ അവരോട് സംസാരിക്കണം. അവരെ വിളിച്ചിരുത്തി കുറച്ച് സമയം സംസാരിച്ച് അവരുടെ മനസ്സ് കീഴ്പ്പെടുത്താൻ ശ്രമിക്കണം. മോളെ, എനിക്കതിനെവിടെ സമയം? രാവിലെ പോയാൽ വൈകുന്നേരം വരും. പിന്നെ വൈകുന്നേരം വരുമ്പോൾ ഓരോരുത്തർ അവരുടെ മുറി കയറും. നീ ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. എന്ത് രസമായിരുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഭയങ്കര സങ്കടമായി. പിന്നെ നീ അവരോട് സംസാരിക്കണമല്ലോ പറഞ്ഞല്ലോ. ഐക്യയോ ശാന്തിയൊക്കെ ഇല്ലാത്തടത്ത് എങ്ങനെയാണ് അവിടെ സംഭാഷണങ്ങൾക്കൊരു ഇതുമില്ല. ഇനി എങ്ങാനും ഞാനും കുട്ടികളൊരു സംസാരിക്കുന്നിട വൈജയന്തി അങ്ങോട്ടേക്ക് വരും. നിനക്കൊന്നും പഠിക്കാനില്ലേ എന്നൊക്കെ ചോദിക്കും. അല്ലെങ്കിൽ എന്തേലും ജോലി ഏൽപ്പിക്കും. ആ ജോലി ചെയ്യണമെന്നൊന്നും വൈജയന്തിക്കില്ല. ഇട്ടിട്ട് പോയാലും മതി. പക്ഷെ ഞങ്ങളിരുന്ന് സംസാരിക്കുന്ന കാണുമ്പോഴത്തേനും വൈജയന്തിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാ. പിന്നെ എന്ത് ചെയ്യാനാന്ന് പറ. കുട്ടികൾക്കാണേലും വല്ലാത്തൊരു ബുദ്ധിമുട്ടായി തുടങ്ങി. കുട്ടികൾക്കറിയാം അവർ വന്നിരിക്കുമ്പോഴത്തേനും ദേഷ്യം എന്നുള്ള കാര്യം. അതുകൊണ്ട് പിന്നെ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് അവരും എഴുന്നേറ്റ് പോകും. കുട്ടികളുടെ മുന്നിൽ ചില സമയത്ത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. ഞങ്ങളെല്ലാരും കൂടെ ഒത്തുകൂടി ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് വൈജയന്തിക്ക് ഭയങ്കര ദേഷ്യമാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയെ ജയിക്കാനായിട്ട് ഇപ്പോഴും അച്ഛന് പറ്റിയിട്ടില്ലല്ലേ. കുട്ടികളുടെ മനസ്സിലും അങ്ങനെയൊക്കെ ഒരു ചിന്ത കാണുമായിരിക്കും എന്ന് പറഞ്ഞു. കാരണം എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയല്ലേ എപ്പോഴും ജയിച്ചിരിക്കുന്നേ, അച്ഛനൊന്നും തിരിച്ചു പറയാറങ്ങനെയൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, അതെ, എനിക്ക് പല പല ചിന്തകളും ഉണ്ട് മോളെ മനസ്സിൽ. ചിലപ്പോൾ തോന്നും ഒറ്റയടിക്ക് എല്ലാം കൂടെ അങ്ങ് തീർത്തത് തട്ടി ഉറഞ്ഞിട്ട് അങ്ങോട്ട് പോയാലോന്ന്. പിന്നെ നിന്റെ മുഖം ഓർത്ത് കഴിയുമ്പോൾ ഞാനത് വേണ്ടെന്ന് വെക്കും. ഇപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, അതെ, നീ പറഞ്ഞല്ലോ അച്ഛനമ്മയെ ജയിക്കാൻ പറ്റിയിട്ടില്ലെന്ന്. അതെ, ഒരാളെ ജയിക്കുന്നതാണ് മോളെ കുടുംബജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും ഒത്തൊരുമയോടെ സ്വരുമയോടെ പോകുന്നതല്ലേ. ജയിക്കാൻ വേണ്ടിയിട്ട് എന്ത് ഹീനമാർഗം കള്ളത്തരവും കാണിക്കുന്നുള്ളതാണ് വൈജയന്തി. അത് ഏതറ്റം വരെ പോവാനായിട്ടും അവൾക്ക് സാധിക്കും. നിന്റെ അച്ഛൻ പണ്ടേ തോറ്റുപോയവനാ. കാരണം വൈജയന്തിയുടെ മോളാണ് നീ എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പരാജയപ്പെട്ടു പോയി. എനിക്ക് ജയിക്കണമെന്നൊന്നുമില്ല. ഒരു പരാജയന്റെ മുഖമാണ് എനിക്ക് എപ്പോഴും ചേരുന്നത്. പിന്നെ അവളുമായിട്ടുള്ള ബന്ധം വൈജയന്തിയുമായിട്ട് എന്നേ ഞാൻ ആ ബന്ധം വേർപ്പെടുത്തി, മനസ്സുകൊണ്ട് പണ്ടേ വേർപ്പെടുത്തി. അത് പക്ഷെ മക്കൾക്ക് അറിയില്ലല്ലോ അച്ഛാ അങ്ങനെ ഒരു കാര്യം. അവര് പറയും എല്ലാവരും ഒരു ദിവസം അറിയണം. ഇതിങ്ങനെ മുന്നോട്ട് നീട്ടിക്കൊണ്ട് പോകാനൊന്നും പറ്റത്തില്ല. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അലീന ഒരു ഞെട്ടലോടുകൂടി ബാലേന്ദ്രനെ എങ്ങനെ നോക്കാണ്. അപ്പോഴേക്കും അലീന പറഞ്ഞു, അച്ഛൻ എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ട്. എനിക്കറിയാം, ഞാൻ ആ വാക്ക് ഇതുവരെയായിട്ടും പാലിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അത് കുടിച്ചാൻ ഡൈനിങ് റൂമിലേക്ക് വന്നു. ആ സംസാരവരം കൂടെ അവസാനിപ്പിച്ചു. അല്ലച്ചാ, അച്ഛൻ ശരണ്യെ പോയി കാണാറുണ്ടോ? അന്വേഷിച്ചായിരുന്നോ? ഇല്ല, എനിക്ക് സമയം കിട്ടിയില്ല. പിന്നെ ഹരിശങ്കറും മറ്റു 2 കൂട്ടാളികളും പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു. മനുവേട്ടൻ എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവൻ നിന്നെ വിളിക്കാറുണ്ടോ? എന്നൊന്നുമില്ല, ആഴ്ചയിൽ 2 3 വട്ടം. പിന്നെ ഒരിക്കൽ ഇവിടെ കാണാനും വന്നിട്ടുണ്ടായിരുന്നു. ആഹാ, അത് കൊള്ളാലോ. അപ്പൊ നിന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛനോട് അത് പറഞ്ഞില്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും ബാലേന്ദ്രൻ ഒരു കള്ളച്ചിരിയോട് പറഞ്ഞായിരുന്നു. ഒരു ദിവസം ഒരു 3/4 മണിക്കൂർ നേരം അവൻ അതിനെക്കുറിച്ച് തന്നെ പറഞ്ഞു തീരാഞ്ഞിട്ട് വീണ്ടും അവനോട് പറഞ്ഞു, അതെ, ഞാൻ പിന്നെ ബാക്കി വിശേഷങ്ങൾ പറയാന്നും പറഞ്ഞോണ്ടാ വെച്ചേന്ന് പറഞ്ഞു. അലീനയ്ക്ക് നേരി ഒരു ചമ്മല് തോന്നി അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും. കാരണം ബാലേന്ദ്രൻ എന്ത് തോന്നിക്കാണും എന്നൊരു ചിന്ത അലീനയുടെ മനസ്സിലുണ്ടായിരുന്നു. അല്ലച്ചാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? അല്ല, മനുവേടൻ ഇവിടെ വന്നിട്ട് സന്തോഷമായെന്ന് വല്ലതും പറഞ്ഞോ? പിന്നെ സന്തോഷമായെന്നോ? നിന്നെ കണ്ടുകഴിഞ്ഞപ്പോ ഇരട്ടി സന്തോഷമായി. അവനിങ്ങനെയൊന്നും അല്ലല്ലോ പ്രതീക്ഷിച്ചുകൊണ്ട് വന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ അവിടെ കടപ്പാട്ടൊരു വീട്ടില്, അല്ലെങ്കിൽ ആദ്യം കൊല്ലപ്പള്ളി വീട്ടിലാണല്ലോ അടുക്കളക്കാരിയായിട്ട് വന്നത്. അങ്ങനെ അടുക്കളക്കാരിയായിട്ട് വന്ന പെണ്ണ് ഇവിടെ വന്നിട്ട് ജോലിക്കാരിക്ക് പകരം അവള് രാജകുമാരിയാവുന്നു. ആൾക്കാർക്കൊക്കെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു, തോട്ടത്തിലേക്ക് പോകുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവന് സന്തോഷം വരാതിരിക്കോ? മുനികുമാരി ഒരു ദിവസം രാജകുമാരി ആയതുപോലെ. അത്രയ്ക്കൊന്നും ഇല്ല അച്ഛാന്ന് അലീന പറഞ്ഞു. അവൻ വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ പറയണ്ടായോ? അവന് സന്തോഷമാവാതിരിക്കും ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം അവനും ഞാനും കൂടെയാണല്ലോ നിന്നെ കഴക്കൂട്ടത്തെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വന്നേ. അതുകൊണ്ട് അവന് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം തന്നെയാ അതെന്ന് പറഞ്ഞു. ഒടുവിൽ ഞാൻ അവനോട് ചോദിച്ചു, എടാ, ഇവിടുന്ന് പോയ അലീനയെ കുറിച്ച് തന്നെയാണ് നീ ഇത് പറയണമെന്ന് ചോദിച്ചു. പിന്നല്ലാതെ അവളെ കുറിച്ച് തന്നെ ഞാൻ പറയണെന്ന് പറഞ്ഞു. നിന്നെ കുറിച്ച് പറയുമ്പോ അവന്റെ മുഖത്ത് ഒരു സന്തോഷം ഇതൊക്കെ കാണണ്ടായിരുന്നു.
അത് കേട്ടപ്പോൾ അലീനയ്ക്ക് തിരിച്ചു പറയണമെന്നുണ്ട്. എനിക്ക് സന്തോഷമാണ് മനുവേണ്ണനെ കാണുമ്പോൾ, പക്ഷെ പറയാൻ പറ്റില്ലല്ലോ. അത് കുടിച്ചാനും അടുത്തുണ്ട്. ഇത്രയും നാളത്തെ പോലെയല്ല. അലീനയ്ക്ക് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ തോന്നി. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും തോട്ടത്തിലേക്ക് പോയ സ്റ്റാൻലി തിരികെ വീട്ടിലേക്ക് എത്തുവാണ്. മുറ്റത്തൊരു കാറ് കിടക്കുന്ന കണ്ടപ്പോഴത്തേനും സ്റ്റാൻലി ഒരു നിമിഷം ഒന്ന് അമ്പരന്നു. അങ്ങനെ അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അലീന ഓടി വന്നിട്ട് പറഞ്ഞു, അച്ഛൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാലചന്ദ്രൻ അങ്ങോട്ട് ഇറങ്ങി വന്നു. അലീനയുടെ മുറിയിൽ നിന്ന് രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ സ്റ്റാൻലിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഹലോ സ്റ്റാൻലി എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്നു. പക്ഷെ ഗൗരവത്തിൽ തന്നെയായിരുന്നു സ്റ്റാൻലി. ഉച്ചകൊണ്ട് സമയമായതുകൊണ്ട് ആഹാരം കഴിക്കാൻ വിളിച്ചു. അങ്ങനെ അലീന എല്ലാവർക്കും ചോറും കറികളും വിളമ്പി. ആ സമയത്ത് അലീന പറഞ്ഞു, അതെ അച്ഛൻ വരുമെന്നൊന്ന് വിളിച്ചു പറയായിരുന്നെങ്കിൽ കുറച്ച് കറികളും കൂടെ ഉണ്ടാക്കുമായിരുന്നു. ഞങ്ങൾ യാത്ര പോയിട്ട് വന്നുകൊണ്ട് അധികം ഒന്നും ഉണ്ടാക്കിയില്ല എന്ന് പറഞ്ഞു. ബാലേന്ദ്ര പറഞ്ഞു, ഞാൻ ഉണ്ണാനൊന്നും വന്നൊന്നുമല്ലോ, നിന്നെ ഒന്ന് കണ്ടിട്ട് പോകാൻ വന്നല്ലേന്ന് ചോദിച്ചു. പക്ഷെ സ്റ്റാലിയുടെ മുഖത്ത് അപ്പോഴും ഗൗരവമായിരുന്നു. ബാലേന്ദ്രൻ ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞെങ്കിലും ആഹാരം കഴിച്ചിട്ട് പിന്നീട് സംസാരിക്കാനായി. അങ്ങനെ ഒടുവില് ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് സ്റ്റാലിയോട് സംസാരിക്കാനായിട്ട് ബാലേന്ദ്രൻ അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. സ്റ്റാൻലി കാത്തിരിക്കുമായിരുന്നു. ഒരു സിഗരറ്റൊക്കെ പുകച്ചുകൊണ്ട് ബാലേന്ദ്രനോട് വേണമെന്ന് ചോദിച്ചപ്പോൾ ബാലേന്ദ്രൻ വേണ്ടാന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ശരിയാ, ഈ സ്ത്രീകൾക്ക് ഇങ്ങനെ സിഗരറ്റും പുകയ്ക്കുന്നു അതുപോലെ തന്നെ മദ്യപിക്കുന്നു ഒന്നും ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. അതെ, അല്ലെങ്കിൽ തന്നെ ഇഷ്ടം പോലെ വലിച്ചു കയറ്റുന്നുണ്ട് വിഷം. ഇനിയിപ്പോൾ ഇതിൻ്റെയും കൂടെ ആവശ്യമില്ലല്ലോ എന്ന് ബാലേന്ദ്രൻ തിരിച്ചടിച്ചു. കാരണം കഴിക്കുന്ന ആഹാരങ്ങളിൽ പച്ചക്കറികളിലൊക്കെ വിഷാംശം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇനിയിപ്പോൾ ഇതും കൂടെ വലിച്ചു കയറ്റിയിട്ട് പോരാത്തന്നെ ബാലേന്ദ്രൻ സിഗരറ്റ് വലിക്കുന്ന ഒരാളല്ല. കാരണം ബാലേന്ദ്രന് കുറെ പ്രശ്നങ്ങളും അറ്റാക്കും കാര്യങ്ങളൊക്കെ വന്നതല്ലേ. അങ്ങനെ ഒരു ശീലം കാര്യങ്ങളും ഇല്ലതാനും. ഒടുവിലെ സ്റ്റാലി ബാലേന്ദ്രനോട് ഇരിക്കാൻ പറഞ്ഞു സംസാരിക്കാനായിട്ട്. സ്റ്റാലി ഒന്ന് നോക്കിയിട്ട് ബാലേന്ദ്രൻ ഇരിക്കുകയാണ്. ഇനി എന്താ പറയണേന്ന് അറിയത്തില്ല. സ്റ്റാലിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല ബാലേന്ദ്രൻ വന്നേ. തൻ്റെ മോളെ ഇയാൾ വീണ്ടും കൈയടക്കി കൊണ്ടുപോകുന്നൊരു ഭയമുണ്ട് ഇപ്പൊ സ്റ്റാലിയുടെ ഉള്ളില്. കാരണം സ്റ്റാലിയേക്കാളും കൂടുതൽ അലീനെ സ്നേഹിക്കുന്ന ബാലേന്ദ്രനെയാന്നുള്ള സത്യം സ്റ്റാലിക്ക് നന്നായിട്ടറിയാം. അപ്പൊ അതിൻ്റെ ഒരു വിഷമവും ടെൻഷനും ഒക്കെ ആ മുഖത്ത് കാണാനും ഉണ്ട്. അത് ബാലേന്ദ്രന് മനസ്സിലാവുകയും ചെയ്തു. കാരണം അച്ഛൻ വന്നെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓടി സ്റ്റാലിയുടെ അടുത്തേക്ക് എന്ന് പറയുമ്പോൾ അലീനയുടെ മുഖത്തെ ആ സന്തോഷം അതൊന്ന് വേറെയായിരുന്നു. എന്താണെങ്കിലും സ്റ്റാലിയെ കാണാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ബാലേന്ദ്രനെ കണ്ടല്ലേ. ആദ്യം അച്ഛാന്ന് വിളിച്ചതും ബാലേന്ദ്രനെയാണ്. ആ സ്നേഹവും നന്ദിയും കടപ്പാടും എല്ലാം അലീനയ്ക്ക് ബാലേന്ദ്രനോടുണ്ട്. സ്വന്തം അച്ഛൻ അല്ലെങ്കിൽ പോലും ഒരച്ഛനേക്കാളും കൂടുതൽ സ്നേഹം കൊടുത്ത ബാലേന്ദ്രനാണ്. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് കാണുന്നത്. ഇനി അവർ തമ്മിൽ കണ്ട് എന്താ സംസാരിക്കണമെന്ന് നമുക്ക് കണ്ടറിയണം. അതിന്റെ വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ. അപ്പൊ ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞായിരുന്നു, നോവലിനെ അടിസ്ഥാനപ്പെടുത്തിയ കഥ ഇടുന്നതെന്ന്. ഇപ്പം നമ്മൾ ടി വിക്കകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്ര ഒന്നും ആയിട്ടില്ല. അപ്പം വരുന്ന ദിവസങ്ങളിൽ ഇതിന്റെ ബാക്കി കഥകളുമായിട്ട് ഞാൻ വരാട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണാൻ ശ്രമിക്കണേ. കണ്ടു കഴിയുമ്പോൾ അഭിപ്രായം രേഖപ്പെടുത്താൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് രേഖപ്പെടുത്തുകയും കൂടെ ചെയ്യണം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.